ഹലോ ഗൈസ്, അങ്ങനെ അമ്പലത്തിൽ പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. ഞാനും നെച്ചും രോഹനും കൂടി കേട്ടോ അമ്പലത്തിലേക്ക് പോകുന്ന വഴിക്ക് നന്ദുവിനെയും കൂടെ കൂട്ടാനുണ്ടായിരുന്നേ. ഞങ്ങൾ 6:50 വണ്ടിക്ക് പോകാനാട്ടോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. ഏകദേശം 7 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നേ വണ്ടി വരുമ്പോഴത്തേക്കും. അങ്ങനെ ഞങ്ങൾ തൊട്ടിൽപ്പാലം വന്നതിന് ശേഷം ആദ്യം ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് കുറ്റ്യാടി അമ്പലത്തിലേക്കായിരുന്നേ. അപ്പം തൊട്ടിൽപ്പാലത്ത് ഇറങ്ങി അവിടുന്ന് ബസ്സിന് വേണം കേട്ടോ അത് കുറ്റ്യാടിക്ക് പോകാൻ വേണ്ടി. അങ്ങനെ കുറേ സംശയിച്ചോ ബസ്സിനകത്ത് കയറി ഏത് ബസ്സാണ് ഫസ്റ്റ് പോകുന്നതെന്ന് അറിയാത്തതുകൊണ്ട്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൻ്റെ മുന്നിലാട്ടോ വന്നിറങ്ങിയിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് കുറച്ച് നടക്കാനുണ്ട് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക്. ഈ അമ്പലത്തിൽ വെച്ചിട്ടായിരുന്നു എൻ്റെ ചേച്ചീൻ്റെ ഒക്കെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. മഴ ആയതുകൊണ്ട് തന്നെ വെള്ളം കൂടുതൽ കൊണ്ട് കുളത്തിന് ചുറ്റും വേലിയൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഞാൻ കാല് ഇറങ്ങിയേ. അതിന് പുറകെ തന്നെ ഞാൻ എന്ത് ചെയ്തു, യുവീൻ്റെ കാലും കൂടി ഇതിനകത്ത് കഴുകിയിട്ടുണ്ടായിരുന്നേ. ആൾക്ക് പിന്നെ വെള്ളം കണ്ടാൽ വെള്ളത്തിൽ നിന്ന് കയറാൻ തോന്നില്ല, ഇന്നെന്താ അറിയില്ല, തണുത്തിട്ടാന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ കാലൊക്കെ കഴുകി കയറി. ഇതാട്ടോ അമ്പലം. അങ്ങനെ തൊടുത്ത് ഞങ്ങൾ ഇറങ്ങിയേ. പ്രസാദം ഉണ്ട് എന്നിട്ട് പ്രസാദം മേടിക്കുക അവിടെ നിൽക്കുകയായിരുന്നേ. അപ്പം ഞാൻ അവനോട് പറഞ്ഞത് 2 ഫോട്ടോസ് എടുക്കടാ, യുവി പൊട്ട് ഇട്ടിട്ടുള്ളതുകൊണ്ട് അവൻ വീഡിയോ ആട്ടോ എടുത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ കുറച്ച് നേരം നിന്നതിന് ശേഷം ഞങ്ങൾക്ക് അവിടുന്ന് പ്രസാദമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അതും മേടിച്ച് ഞങ്ങൾ ഇറങ്ങിയിട്ടോ. ഞങ്ങൾക്ക് അവിടുന്ന് തൊട്ടിൽപ്പാലം വന്നിട്ട് പിന്നെ അവിടുത്തെ അമ്പലത്തിന് പോകാനുണ്ടായിരുന്നേ. ഞങ്ങൾ ഇറങ്ങിയ പാട് ചെറിയൊരു മഴച്ചാറിലൊക്കെ ഉണ്ടായിരുന്നേ. അങ്ങനെ ഞങ്ങൾ തൊട്ടിൽപ്പാലം അമ്പലത്തിലേക്ക് കയറുക കേട്ടോ. എന്തോ നിച്ചു കൈ കാണിച്ചപ്പോൾ അവൻ്റെ കൂടെ അങ്ങ് പോയിട്ടുണ്ടായിരുന്നേ യുവി. അങ്ങനെ തൊട്ടിൽപ്പാലം അമ്പലത്തിലെത്തി ഞങ്ങളെല്ലാവരും കൂടി ആദ്യം കാല് കഴുകാനായി പോയിട്ടുണ്ടായിരുന്നേ. അമ്പലത്തിൻ്റെ മുന്നിൽ തന്നെ വലിയൊരു പുഴയുണ്ട്. അപ്പോൾ എല്ലാവരും അങ്ങോട്ടേക്ക് കാല് കഴുകിറങ്ങിയേ. വലിയ തെന്നലൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ യുവീനെയും കൊണ്ട് പതുക്കിയാട്ടോ ഇറങ്ങി, ശ്രദ്ധിക്കണ്ടേ. അപ്പോൾ ഞാൻ കാല് കഴുകിയതിന് ശേഷം യുവീനെയും കൂടെ കാല് കഴുകിയേ. നല്ലപോലെ മഴ പെയ്ത് കഴിഞ്ഞാൽ ഇത്ര സ്റ്റെപ്പൊന്നും ഇറങ്ങി വരാൻ പറ്റത്തില്ല കേട്ടോ, വെള്ളം കയറിയിട്ട്. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ കാലൊക്കെ കഴുകി നേരെ അമ്പലത്തിനുള്ളിൽ കയറിയേ. അങ്ങനെ വഴിപാട് കഴിക്കാനുണ്ടായിരുന്നേ എല്ലാവരുടെ പേരിൽ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് തൊഴുതിട്ട് അങ്ങനെ ഞങ്ങൾ ഇറങ്ങിട്ടോ. അങ്ങനെ ജീപ്പിൽ വന്നപ്പോൾ അങ്ങനെ ആളായിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ അവനോട് ഞാൻ പറഞ്ഞു കയറി ഇരിക്കടാന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും ഇഷ്ടമായി.